എല്ലാം പ്രിയപ്പെട്ട ദാസേട്ടൻ, പേട്ടൻ, ഇവരൊക്കെ പാടുന്ന ആദ്യത്തെ ഭക്തിഗാനം അവർ രണ്ടുപേരും കൂടി ചോദിച്ചതാണത്. വിജയമാഷിൻ്റെ പാട്ടുകൾ പാടിക്കൊണ്ടാണ് ഭക്തിഗാന രംഗത്ത് കേട്ടോ ഞാൻ പറയുന്നത്. അയ്യപ്പൻ്റെ പാട്ടുകൾ, ശ്രീ ശബരീശ ആര്യ ജയത്തിൻ്റെ പാട്ട്, ഒരേ ഒരു ഇതിൽ ആ മറ്റേ ദർശനം, പുണ്യദർശനം, അതാണ് ദാസേട്ടൻ പാടിയ പാട്ട്. അതിലുമുപരി ഞാൻ കഴിഞ്ഞ മാസം ശബരിമലയ്ക്ക് പോയിരുന്നു. ആ വൈകുന്നേരം 5 മണിക്ക് നട തുറക്കുമ്പോൾ ശ്രീകോവിൽ നട തുറന്നു എന്നുള്ള ഗാനം കേട്ടുകൊണ്ടാണ് എത്രയോ വർഷങ്ങളായി ഭഗവാന്റെ അടുക്ക് നമ്മൾ പോകുന്നത്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ. ഇപ്പം നേരത്തെ ബൽറാം പറഞ്ഞ പോലെ അവരുടെയൊക്കെ ഭാഗ്യം. ഇവിടെ വീണ്ടും നമ്മൾ പറയേണ്ട ഒറ്റ കാരണം എനിക്കൊന്നേ ഉള്ളൂ, ഗുരുസ്മരണ എന്ന് ഞാൻ പറഞ്ഞത്, ഗുരുവിൻ്റെ കടാക്ഷം. ഇപ്പം ജെനി മ്യൂസിക്, ഈ സ്കൂളിൻ്റെ ആദ്യത്തെ ബിൽഡിംഗ് ഇരുമ്പനത്ത്, ആ ഉദ്ഘാടന വേദിയിൽ തന്നെ മാഷിൻ്റെ കൂടെ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കും കിട്ടി. ഉണ്ണിമേനോൻ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ 2ാമത്തെ സ്ഥലത്തേക്കാണ് ഇവരിവിടെ ഇത് മാറ്റി സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആരംഭത്തിൽ ആ മഹാനെ സ്മരിച്ചുകൊണ്ട് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ആ ഗുരുവിൻ്റെ അനുഗ്രഹം. ആ ശരീരം പോയാലും ആത്മാവാണല്ലോ നമ്മുടെ പുരാണം, മഹാഭാഗവതം ഒക്കെ പറഞ്ഞിരിക്കുന്നത്. ആത്മാവിന് നാശമില്ല, ആ ശരീരമേ നമ്മൾ വിട്ടുപോകുന്നുള്ളൂ. അപ്പോൾ മാഷിൻ്റെ പൂർണ്ണ അനുഗ്രഹം അത് ഒന്ന് കൊണ്ടും അതിൻ്റെ ശക്തി കൊണ്ടുമാണ് ഇങ്ങനെ ഒരു വീണ്ടും ഈ ജനിയുടെ ഒരു പുനർജന്മം വേണമെങ്കിൽ പറയാം, സ്ഥലം മാറ്റിയതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ സ്മരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനായിട്ട് ഗണേശനും ബലറാമനും നമ്മുടെ രാമകൃഷ്ണജിക്കും ഭഗവാൻ അവരുടെ ബുദ്ധിയിൽ തോന്നിച്ചത്. ഗുരുവിനപ്പുറത്ത് ഒന്നുമില്ല. ഇവിടെ അനേകം സംഗീത വിദ്യാർത്ഥികളും ഉണ്ട്. അവിടെ എൻ്റെ ഗുരുനാഥൻ, എൻ്റെ മാനസിക ഗുരുനാഥൻ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുകയാണ്. ഏത് വേദിയിൽ ചെന്നാലും അദ്ദേഹം തുടങ്ങുന്നത് ചരാചര ഗുരുവിന് നമസ്കാരം, സകല ചരാചരങ്ങൾക്കും നമസ്കാരം. അത് കഴിഞ്ഞാൽ പറയുന്നത് ഗുരുനാഥൻ തുണജൈക സന്തതം തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. മഹാകവി പൂന്താനത്തിൻ്റെ ആ മനോഹരമായ വരികൾ. ഇതാണ് ജീവിതത്തിൽ നമ്മളെ എവിടെയെങ്കിലും കൊണ്ടെത്തിക്കുന്നത്. ജ്ഞാനം കൊണ്ടോ വിദ്യ കൊണ്ടോ ഒരു കാര്യവുമില്ല. പൂർണ്ണമായ ഗുരു കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമേ എവിടെയെങ്കിലും നമ്മൾ എത്തുള്ളൂ ജീവിതത്തിൽ. ഇത് പ്രത്യേകിച്ച് സംഗീത രംഗത്തോ നൃത്തരംഗത്തോ കലാകാരന്മാർക്ക്. മറ്റുള്ള മണ്ഡലങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, എല്ലാത്തിലും വേണം ഗുരുത്വം നമ്മൾ പറയാറുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് നമ്മുടെ ഈ സംഗീത രംഗത്തും കലാരംഗത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ നേടേണ്ടത് അത് തന്നെയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവത്തിലൂടെ. കാരണം അവരെങ്ങനെ പറയുമ്പോഴും ജയമാഷിനൊക്കെ 1000 നാവാണ് ചെമ്പൈ സ്വാമിയെ കുറിച്ച് പറയുമ്പോൾ. എത്ര അനുഭവങ്ങൾ. അതല്ലേ അവരുടെ ഭാഗ്യം. സ്വാമിയെപ്പോലെ ഒരു ഗുരുനാഥൻ അവർക്ക് ജീവിതത്തിൽ കിട്ടി. അവരുടെ കൂടെ ദാസേട്ടൻ, ആ വേദികളൊക്കെ നമ്മൾ ഇന്ന് യൂട്യൂബിൽ കാണുന്നുണ്ട്. സ്വാമിയുടെ പുറകെ ദാസേട്ടനൊക്കെ പാടുന്നതും ഇവർ രണ്ടുപേരും കൂടെ ഇരുന്ന് പാടുന്നതും. അങ്ങനെ ഓരോ വേദികളിലും ആ ഗുരുവിനെ അങ്ങനെ തന്നെ പിന്തുടർന്ന്. ഇപ്പം ഞങ്ങളൊക്കെ തന്നെ ഇപ്പം സംഗീതം ചെയ്യുന്നു എന്നൊക്കെ ഒന്നും അവകാശപ്പെടാനൊന്നുമില്ല. അവർ ചെയ്ത വഴിക്ക് എന്തെല്ലാമോ നമ്മളും ചെയ്തു പോകുന്നു. കാരണം കുട്ടിക്കാലം പോലും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്നത്. ഓർമ്മ വെച്ച കാലം മുതൽ ഈ ഭക്തിഗാന രംഗത്തുള്ള ഗാനങ്ങൾ 100% ആ സഹോദരങ്ങൾ ചെയ്ത ഗാനങ്ങളാണ് എൻ്റെയൊക്കെ ജീവിതത്തിൽ ഞാൻ കേട്ട് വളർന്നിരിക്കുന്നത്. അതിൽ നിന്നാണ് നമുക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്. അതിൽ സ്വാമിയുണ്ട്, ദേവരാമാഷുണ്ട്, ഇവരെല്ലാവരും നമ്മുടെ പൂർവികരെല്ലാവരും. അതിൽ പ്രത്യേകിച്ച് ഇവരുടെ പ്രത്യേകത ആ കാലത്തുള്ള HMVയുടെ LP റെക്കോർഡ്സ് 100% എല്ലാം നമുക്കറിയാം. ജ്ഞാനപ്പാന ടീല ചേച്ചി പാടിയത്, അതുപോലെ അനേകം ഹിറ്റ് എന്നല്ല അതിനെ പറയേണ്ടത്, അത് ഭഗവാന്റെ അടുക്ക് അവർ സമർപ്പിച്ചിരിക്കുന്ന ആ ഒരു കാലഘട്ടം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ പേരിലുള്ള ഗുരുവായൂരിൽ നടക്കുന്ന ചെമ്പൈ സംഗീതോത്സവം, ആ അവസാന ശ്വാസം വരെ ആ ഏകാദശിയിലന്ന് അവസാനം വന്ന് ആ നാരായണീയത്തിലെ ശ്ലോകം ചൊല്ലി പോകാനുള്ള മനസ്സ്. ഞങ്ങൾ അനേകം ആ ചെമ്പൈ സംഗീതോത്സവ വേദിയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കിടാനുള്ള, അതായത് സ്വാമിയുള്ള കാലം പോലെ മഹാഭാഗ്യം സിദ്ധിച്ചത്. അങ്ങനെ ഒരു ഗുരുനാഥൻ, ആ മനസ്സുണ്ടല്ലോ, നമുക്കിന്ന് ചിന്തിക്കാൻ പറ്റില്ല. ഏത് കൊച്ചു കുട്ടി വന്ന് പാടിയാലും ആ കുട്ടിയെ അനുഗ്രഹിക്കുക, പ്രോത്സാഹിപ്പിക്കുക. കലാകാരന്മാരുടെ ഇടയിൽ വളരെ അപൂർവമായിട്ട് കാണുന്ന ഒരു ക്വാളിറ്റി എന്ന് തന്നെ പറയാം. അതങ്ങനെ തന്നെ ജയമാഷിനും വിജയമാഷിനും കിട്ടിയിട്ടുണ്ട്. ഞാനതെൻ്റെ
കണ്ണുകൊണ്ടത് പല സ്ഥലത്തും പ്രത്യക്ഷമായിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളെയൊക്കെ ഞാനൊക്കെ ആദ്യകാലത്ത് ചെയ്തു വരുന്ന സമയത്ത് സംഗീതം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ടായ കാലത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ പറയും, ഇപ്പോൾ ബലറാം പറഞ്ഞ മാതിരി ജി എന്ന് വിളിക്കും മാഷ്. വളരെ സന്തോഷമാണ് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ. നന്നായിരിക്കണം കേട്ടോ, മതി. അതിനപ്പുറത്തോട്ട് ജീവിതത്തിൽ നമുക്ക് ഒരു പുരസ്കാരവും വേണ്ട, ഒരു സ്ഥാനമാനങ്ങളും വേണ്ട, ആ ഗുരുവിൻ്റെ വാക്കുകൾ. അപ്പോൾ ഞാൻ ഇവരെയൊക്കെ എൻ്റെ ഗുരുക്കന്മാരായിട്ട് കാണുന്നത് ആ ഒറ്റ കാരണം കൊണ്ട് അവരുടെ വഴിയിലൂടെ പിന്തുടർന്ന് പോകുന്നു. പിന്നെ ഈ സംരംഭം ജെനി അക്കാഡമിയിൽ അദ്ദേഹത്തിനുള്ള പങ്ക് പറഞ്ഞു. ഏറ്റവും അവസാനമായി ബലറാം എഴുതിയ പൂർണ്ണത്രേഷ്യൻ്റെ അതിൻ്റെ റിലീസ് ഫംഗ്ഷനും പൂർണ്ണത്രേഷ്യൻ്റെ നിലയിൽ വെച്ച് ചിങ്ങം 1-ാം തീയതി ആയിരുന്നല്ലേ ആ വർഷം. തീരെ വയ്യായിരുന്നു പാവം, എന്നാലും വീൽ ചെയറിൽ വന്ന് അതിൽ പങ്കെടുത്ത് അനുഗ്രഹിച്ചിട്ട് പോയി. അപ്പോൾ ആ മനസ്സിൻ്റെ ആ ഒരു ശക്തിയില്ലേ, അത് നമ്മുടെ കൂടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഈ അക്കാഡമിയുടെ ഈ പുതിയ സ്ഥലം മാറിയാലും അതിൻ്റെ കർമ്മങ്ങൾ അതേ വഴിക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഗണേശനും ബലറാമനും ശ്രീരാമകൃഷ്ണനും ഇവിടെ പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അത് അവരുടെ ജീവിതത്തിൽ പ്രത്യക്ഷ അനുഭവമായി മാറണം. അതിനാ ഗുരുക്കന്മാർ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും. കാരണം ഗുരു എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ ആ നേരത്ത് നമ്മുടെ മുമ്പിൽ അവരെത്തിയിരിക്കും. അതാണ് ഗുരുവിൻ്റെ സ്ഥാനം. ദൈവത്തിന് പോലും അത് കഴിഞ്ഞേ ഉള്ളൂ. ഗുരുനിന്ദ ഈശ്വരൻ പോലും ഒരു വിധത്തിൽ നമുക്ക് അനുവദിച്ചു തരില്ലെന്ന് നമ്മുടെ പുരാണങ്ങളും നമ്മുടെ പൂർവികരും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും അതേ പറയാനുള്ളൂ, നമ്മളെ കൊണ്ട് ജീവിതത്തിൽ ഒന്നും നേടാൻ സാധിക്കില്ല വിത്തൗട്ട് ഗുരു കടാക്ഷം. ഇവിടെ അതാണ് ഇപ്പോൾ എനിക്ക് അവരെക്കുറിച്ച് അനുസ്മരിക്കാനുള്ളത്. മറ്റു കൂടുതൽ ദീർഘമായ പ്രസംഗത്തിന് ഇവിടെ പ്രസക്തിയില്ല. ഞാൻ വരുമ്പോൾ തന്നെ മാഷിൻ്റെ ആ പാട്ട് ചെമ്പയ്ക്ക് നാടൻ നെഞ്ചിപ്പോഴുള്ള പാട്ട് കേട്ടുകൊണ്ട് വന്നപ്പോൾ ബലറാം പറഞ്ഞ പോലെ ആ മയിൽപ്പീലി ആൽബങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ കിടക്കുകയാണ്. അനേകം ഗാനങ്ങൾ സിനിമയിലാണെങ്കിലും അത് നക്ഷത്ര ദീപങ്ങൾ, ആരാരോ, എന്തോരം ഗാനങ്ങൾ എണ്ണയാ തീരില്ല നമുക്ക്. അപ്പോൾ അത്രയും നമുക്ക് നമ്മുടെ സംഗീത ലോകത്തേക്ക് അവരുടെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ ബലറാം പറഞ്ഞു, ജെനി ഒന്നും കൂടി വളർന്നാൽ ഈ പ്രോഗ്രാം കുറച്ചുകൂടി വിപുലമായിട്ട് നടത്തണം. ഇപ്പോഴും വളരാൻ കാത്തിരിക്കരുത് എൻ്റെ അഭിപ്രായത്തിൽ. ഇതേപോലുള്ള മഹാന്മാർ ഈ ഒരു മതിൽക്കകത്ത് ഒതുങ്ങേണ്ടവരല്ല അവർ. ഞാൻ പറഞ്ഞു, ചങ്ങമ്പുഴ പാർക്ക് പോലുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ട്, കാരണം കൂടുതൽ ഓഡിയൻസ് വരുന്ന സ്ഥലമാണ്, ക്രൗഡ് വരാനല്ല ഞാൻ പറഞ്ഞത്. ഇവരെ സ്മരിക്കുമ്പോൾ നമ്മൾ അതുമാതിരിയുള്ള വലിയ വേദികളെടുത്ത് അവരെ കുറേ പാട്ടുകളൊക്കെ അവതരിപ്പിച്ച് നടക്കുന്നത് തീർച്ചയായിട്ടും നമ്മളെ പ്രാർത്ഥിക്കുക, അവർ നടത്തിത്തരും. അതിനുള്ളൊരു അവസരം കൂടി ഭഗവാനും ഗുരുക്കന്മാരുണ്ടാക്കി തരട്ടെ. ഇനി പ്രഭാതത്തിൽ ഇവിടെ വന്ന് പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടാവണം. നമ്മുടെ അടുത്ത തലമുറയ്ക്ക് സംഗീതം അഭ്യസിക്കുന്ന സ്വാമി എപ്പോഴും പറയും, സംഗീതം ഒരിക്കലും ഒരു നേരം പോക്കായി കാണരുത്, അത് ഈശ്വരനാണ്. 92 വയസ്സ് വരെ അത് പൂർണ്ണമായിട്ട് അതിൽ വിശ്വസിച്ച ഒരു മഹാനാണ് ദക്ഷിണാമൂർത്തി സ്വാമി. അതൊക്കെ അനേകം അനുഭവങ്ങൾ ഇതുപോലെ. അതേപോലെ സ്വാമിയും ഇവർ തമ്മിലുള്ള ബന്ധം, ഓരോ കാര്യങ്ങളും സ്വാമിയോട് ചെന്ന് ചോദിക്കും. അവർ ഓരോ സ്വാമിയുടെ അടുത്തുള്ള ഉപദേശങ്ങൾ മേടിച്ച് എന്നോട് പലപ്പോഴും പറയാറുണ്ട്, അതുമാതിരി ഒരാളെ ജീവിതത്തിൽ കാണാൻ പറ്റില്ല. സത്യമാണത്. കാരണം സംഗീതത്തെ ഈശ്വരനായി കണ്ട് ഓരോ സ്വരങ്ങളെ സ്വരദേവതമാരായി കണ്ട് ജീവിച്ച് 92 വയസ്സ് വരെ നമ്മുടെ രാജാ സാറിനൊക്കെ എന്താ കടവുൾ എന്നാണ് പറയണത് രാജാ സാറ് സ്വാമിയെക്കുറിച്ച്. മറ്റു ഇവരെ സ്മരിക്കേണ്ട വേദിയിൽ തന്നെ ആ ഗുരുനാഥനെ സ്മരിക്കുക, ഈ ഗുരുക്കന്മാരെ എല്ലാവരെയും സ്മരിക്കുക. ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്ത് വരുന്നതല്ല. ഇവിടെ വരുമ്പോൾ അവർ നമുക്ക് തരുന്ന ഒരു ഇൻസ്പിറേഷൻ. അതുകൊണ്ട് എല്ലാവർക്കും ഇവരുടെ അനുഗ്രഹം, നമ്മുടെ ഗുരുക്കന്മാരുടെ, അത് ഏത് മണ്ഡലത്തിലായാലും അതെ, മാതാപിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞ പോലെ അനുഗ്രഹം കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം സമ്പൂർണ്ണമാകണം. എല്ലാം അങ്ങോട്ട് സമർപ്പിക്കുക. നോ 50-50, 100%. സംഗീതം എന്ന് പറയുന്നത് അതാണ്. ഇവിടെ പീറ്റർ ഇരിക്കുന്നത് ഞങ്ങളുടെ പഴയ സുഹൃത്ത് പീറ്ററുണ്ട്. അതുപോലെ ഇന്നിവിടെ പക്വാദ്യം വായിക്കുന്ന നമ്മുടെ മറ്റ് കലാകാരന്മാർ വിൽസനുണ്ട്, സന്ദീപുണ്ട്, നവീനുണ്ട്. എല്ലാവരും അങ്ങനെ ഒരു പൂർണ്ണ സമർപ്പണത്തോടു കൂടി മാത്രമേ നമുക്ക് സംഗീതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് ഉപദേശമല്ല, നമുക്ക് കിട്ടിയത് ഷെയർ ചെയ്യണം, അത്രയേ ഉള്ളൂ. ഒരിക്കലും ഉപദേശിക്കാനുള്ള യോഗ്യത ഒന്നും എനിക്കില്ല. സംഗീതത്തിലും ഒന്നും അറിയില്ല. സ്വാമി എന്നെ പറയും, സ്വാമിയോട് ചെന്ന് ചോദിച്ചാൽ ആ രാഗം സ്വാമി മാണ്ടോ എനിക്കറിയില്ല. കാരണം അത്ര ഡീപ്പായിട്ട് അവർ ചിന്തിക്കണം സംഗീതത്തിൽ. നമ്മളെന്തെങ്കിലും 4 പഠിച്ചു കഴിയുമ്പോൾ
എന്തോ ആയി എന്നുള്ള നമ്മുടെ തോന്നൽ തെറ്റാണെന്ന് പിന്നീട് നമുക്ക് ഇവരുടെ കൂടെയൊക്കെ ഈ സജ്ജനങ്ങളുടെ കൂടെ നടക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ദാസേട്ടൻ പറയുന്നതില്ല, ഞാനൊരു സംഗീത വിദ്യാർത്ഥിയാണ്, 1000 പാട്ടുകൾ പാടി നമ്മളെയൊക്കെ ആനന്ദിപ്പിച്ച ആ മനുഷ്യൻ ഇന്ന് ചെന്ന് ചോദിച്ചാൽ ഞാനൊരു സംഗീത വിദ്യാർത്ഥിയാണ്. നമ്മുടെ അടുത്ത തലമുറ അത് മനസ്സിലാക്കുക. വേദികൾ കിട്ടും, പ്രശസ്തി കിട്ടും, പണം കിട്ടും, പക്ഷെ ഇതിലെല്ലാം ഉപരി ഒരു സ്ഥാനമുണ്ട്. ത്യാഗരാജസ്വാമികളും ദീക്ഷിതരും ശ്യാമാശാസ്ത്രികളും സ്വാതിരുന്നാളും അവരനുഭവിച്ച ഒരു തലമുണ്ട് ഇതിനകത്ത്, ആ ഡിവിനിറ്റി. അത് നേടാൻ വേണ്ടി നമ്മുടെ അടുത്ത തലമുറയും ഇന്നത്തെ തലമുറയും, ഞാൻ അവരെ മാത്രം പറയില്ല, നമ്മളടക്കം എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. എല്ലാം പൂർണ്ണമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുക ഗുരുവിൻ്റെ പാദത്തിൽ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇങ്ങനൊരു വേദിയിൽ വന്ന് എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കാൻ എനിക്ക് ശക്തി തന്ന എൻ്റെ ഗുരുനാഥന്മാരോടും ജനിയിലെ സാരഥികളായ ബൽറാം, രാമകൃഷ്ണൻ, ഗണേശൊക്കെ അനേകം ഗാനങ്ങൾ ഗണേശന് വേണ്ടി സംഗീതം ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ഇപ്പം അടുത്ത കാലത്ത് ബൽറാമിൻ്റെ നല്ല നല്ല വരികൾ എസ് രമേശ് നായരുടെ അതേ പാതയിൽ പിന്തുടർന്നുകൊണ്ട് അനേകം ഗാനങ്ങൾ എഴുതുന്നുണ്ട്. പിന്നെ ഒരു നിർമ്മാതാവ് വേണമല്ലോ. മ്യൂസിക് ഇൻഡസ്ട്രി തലയെക്കുത്തി താഴത്ത് കളയുന്ന നേരത്താണ് ഇതേ മറ്റൊരു അവതാരമായിട്ട് ഇവിടെ ഒരു യോഗിയെ പോലെ വന്ന് അവതരിച്ചിരിക്കുന്നത് ശ്രീ രാമകൃഷ്ണൻ. അനേകം വർക്കുകൾ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. രതീഷ് കണ്ണൂർ, അദ്ദേഹം ഒരുപക്ഷെ ഇവിടെ പലർക്കും അറിയാൻ സാധ്യതയില്ല, വളരെയധികം കഴിവുള്ള മറ്റൊരു കലാകാരൻ. ബൽറാം എഴുതിയ ഒരു മൂകാംബി അമ്മയുടെ ഗാനം രതീഷ് എനിക്ക് വേണ്ടി പാടിത്തന്നു. മോള് പല്ലവി 2 ദിവസം മുമ്പ് കാടാമ്പുഴ ഭഗവതിയെക്കുറിച്ച് പറയാൻ വാക്കുകളില്ല. അതാണ് ആ പ്രായത്തിൽ ആ ഗുരുകടാക്ഷം കൊണ്ടും ആ സമർപ്പണ ബുദ്ധി, ആ മെച്യൂരിറ്റി. അവൾക്കിപ്പോൾ എത്ര വയസ്സായിരുന്നു? 13 വയസ്സിൽ ആ പാട്ടവൾ മിനിഞ്ഞാന്ന് പാടിയിട്ട് കുറച്ച് നേരത്തെ എനിക്ക് എൻ്റെ ശബ്ദം നലിച്ചു പോയി. കാരണം ഈശ്വരൻ എങ്ങനെയാണ് ഇത് കൊടുക്കണതെന്നുള്ളത് സ്വാമിയൊക്കെ പറയണതായി. സ്വാമി പറയണ സംഗീതം കൊട്ടണം എന്ന് പറയും സ്വാമി. അതൊരിക്കലും ഉള്ളിൽ ഇങ്ങനെ തങ്ങി നിൽക്കാൻ പറ്റില്ല. അതിങ്ങനെ ഈ ചില മലവെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വരില്ലേ, അതാണ് അവരുടെ ഔട്ട്ലുക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത തലമുറയ്ക്കും എല്ലാ കഴിവുകളും കൊടുത്തിട്ട് ഏത് റിയാലിറ്റി ഷോ എടുത്താലും നമുക്കറിയാം. പക്ഷെ അവരെ നല്ല പാതയിലേക്ക് നയിച്ചു കൊണ്ടുപോയി ഇതിൻ്റെ ഡിവിനിറ്റി എന്താണെന്ന് മനസ്സിലാക്കുക. വെറും ടെക്നിക്കൽ അല്ല. മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാരി ഗാമ എന്ന് പറഞ്ഞാൽ പൊസിഷന് വേണ്ടിയുള്ള നോട്ട്സ് അല്ല, അതിലും ഉപരി ഇതിനൊരു സ്ഥാനമുണ്ട്. അത് ഉള്ളിൽ ഉൾക്കൊണ്ട് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൂടി കൊടുക്കണം. അതിനുവേണ്ടി മാതാപിതാക്കളും നമ്മുടെ സംഗീതാധ്യാപകരും നന്നായിട്ട് അതിനുവേണ്ടി ശ്രമിക്കാനും കുട്ടികളുടെ കഴിവ് അത്രയും ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. അവർക്കുള്ള അവസരങ്ങൾ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തെക്കാളും നമുക്കറിയാം. ഇപ്പോൾ ഗൂഗിൾ, യൂട്യൂബ്, ഏത് കീർത്തനം വേണമെങ്കിൽ 100 വർഷം മുമ്പ് ജീവിച്ചിരുന്ന കലാകാരന്മാരുടെ കീർത്തനങ്ങൾ അല്ലെങ്കിൽ കച്ചേരികൾ കേൾക്കാനുള്ള അവസരം നമുക്കുണ്ട്. എത്ര വേണമെങ്കിൽ ഭഗവാൻ നമുക്ക് അവസരങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ അത് നല്ല വഴിക്ക് ഉപയോഗിച്ച് കുട്ടികളിൽ നല്ലത് വരുത്തുക. സംഗീതം ഈശ്വരനാണ്. അങ്ങനെ ജീവിച്ചവരാണ് ഈ ഗുരുക്കന്മാർ. ഒരിക്കൽ കൂടി ആ പാദത്തിൽ എല്ലാം സമർപ്പിക്കുന്നു. നാരായണൻ.